ek on V such that അതായത് വി എന്ന ഒരു ഡയറക്റ്റ് സം, ഡബ്ല്യൂകളുടെ ഡയറക്റ്റ് സം ആണ് ഒരു വി എന്ന് പറഞ്ഞത്. അതിന് ഒരു കെ എന്ന ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഈവൺ ഇ ടു എക്സെട്ര ഇ കെയില്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇ ഐ ഈസ് ആൻ പ്രൊജക്ഷൻ. ഇ ഐ എന്താണ്? ഒരു പ്രൊജക്ഷൻ ആണ്. അതിന്റെ സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞത് ഇ ഐ ഇ ജെ ഈക്വൽ ടു 0 ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ. ഐ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ഇ ഐയും ഇ ജെയും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ഐ is equal to E1, E2, etc. Ek. Third condition. Then fourth condition is a range of EI is a WI. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. അതിന്റെ കൂടെ അതിന്റെ കോൺവേഴ്സ് പാർട്ട് ഉണ്ട് ഈ തിയറില്. കോൺവേഴ്സ് പാർട്ട് പറഞ്ഞത് കോൺവേഴ്സ്ലി ഇഫ് E1, E2, etc. Ek are the k linear operators on V which satisfy the condition 1 and 2 and 3 and if let Wi be the range of EI then V is equal to W1 plus W2 plus etc. Wk. അതായത് വി എന്ന ഒരു ഡയറക്റ്റ് സമ്മാണ് വി. ആ വിന്റെ കോൺവേഴ്സ് പാർട്ട്, അതായത് ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ വി എന്ന് പറഞ്ഞാൽ W1 പ്ലസ് W2 എന്നുള്ള ഡയറക്റ്റ് സമ്മാണ് എന്ന് നമുക്ക് കോൺവേഴ്സ്ലി പ്രൂവ് ചെയ്യണം. ഈ മേലെ പറഞ്ഞ 4 കണ്ടീഷൻസ് ഇന്നലെ നമ്മൾ നികിത പ്രൂവ് ചെയ്തതാണ്. അതിന്റെ ഒരു കോൺവേഴ്സ് പാർട്ടും കൂടി ഈ തിയറത്തിൽ പറയുന്നുണ്ട് എന്നുള്ളൂ. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രൂഫിലേക്ക് കിടക്കാം. പ്രൂഫ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പറയാണ്. വി ഹാവ് സപ്പോസ് ദാറ്റ് നമ്മൾ വി is equal to W1 plus W2 plus etc. plus WK ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് പറയേണ്ടത്. Then we have supposed that V is equal to W1 plus W2 plus etc. plus WK. Then define a EI. EI എന്നുള്ളൊരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അത് വിയിൽ നിന്ന് വിയിലോട്ട് പോകുന്ന ഒരു മാപ്പാണ്. ഡിഫൈൻ EI V ഫ്രം V ടു വിക്ക് പോകുന്ന ഒരു മാപ്പാണ്. അതുപോലെ EI ഓഫ് ആൽഫ is equal to ആൽഫ I. EI ഓഫ് ആൽഫ നമ്മൾ എന്താണ്? ആൽഫ I ആണ്. വേർ I equal to 1, 2, 3 etc. K വരെ. വേർ ആൽഫ ബിലോങ്സ് ടു വി. വിയിലെ കളക്ഷൻസ് ആണ് ആൽഫാസ്. ദെൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ. ദെൻ ഈച്ച് ആൽഫ I belongs to WI. Then we had to prove that EI is a linear operator. First EI linear operator ആണ് നമ്മൾ പറയണം. EI linear operator ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യാറ്? E into C alpha plus beta എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടണം? C into EI alpha plus EI beta എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് EI എന്താ? ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ EI into C alpha plus beta എന്ന് ഈക്വൽ ടു C alpha I plus beta I എന്ന് പറയാം. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്ത മാപ്പ് വിന്ന് വിയിലേക്ക് EI ഓഫ് ആൽഫ എന്ന് പറഞ്ഞത് ആൽഫ I ആണ്. അങ്ങനെ ആകുമ്പോൾ EI ഓഫ് C ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? C ഇൻറ്റു ആൽഫ I പ്ലസ് ബീറ്റ എന്ന് എഴുതിക്കൂടെ? അങ്ങനെ ദെൻ സി ആൽഫ ഐനെ നമുക്ക് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പില് C ഈക്വൽ ടു C ഇൻറ്റു ആൽഫ ഐനെ നമുക്ക് വീണ്ടും തിരിച്ചെഴുതിക്കൂടെ? EI ആൽഫ പ്ലസ് ബീറ്റ ഐ നമുക്ക് എഴുതാം EI ബീറ്റ. അപ്പൊ നമുക്ക് എന്നിട്ട് EI ഇൻറ്റു C ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് C ഇൻറ്റു EI ആൽഫ പ്ലസ് EI ബീറ്റ എന്ന് കിട്ടി. Therefore EI is a linear operator. Then there exist a k linear operators EI on V. So EI linear ആണ് നമുക്ക് പറയാൻ പറ്റും. Then നമുക്ക് അടുത്തത് EI is a projection. പ്രൊജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ EI സ്ക്വയർ ആൽഫ is equal to EI ആൽഫ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളെ മാപ്പ് എന്താണ്? EI ആൽഫ is equal to ആൽഫ I. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് EI സ്ക്വയർ ആൽഫയും എന്ത് ആൽഫായി കിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം EI ആൽഫയും EI സ്ക്വയർ ആൽഫയും ഈക്വൽ ആണ്. അങ്ങനെ ആകുമ്പോൾ EI is a പ്രൊജക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് EI ആൽഫ is equal to ആൽഫ I in equation number 1. Then EI സ്ക്വയർ ആൽഫ എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതി? EI into EI ആൽഫ. ദാറ്റ് ഈസ് EI into EI ആൽഫ എന്ന് പറഞ്ഞ മാപ്പ് വെച്ചിട്ട് എന്താണ്? ആൽഫ I ആണ്. അപ്പൊ EI into ആൽഫ I. Then EI ആൽഫ I എന്ന് പറഞ്ഞാൽ ആൽഫ I.
അപ്പൊ EI സ്ക്വയർ ആൽഫ ഐ എന്താ കിട്ടി? ആൽഫ ഐ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഫ്രം 1 and 2 നമുക്ക് പറഞ്ഞൂടെ EI സ്ക്വയർ ആൽഫയും ആൽഫ ഐ ആണ്, EI ആൽഫയും ആൽഫ ഐ ആണ്. അപ്പൊ EI സ്ക്വയർ ആൽഫ is equal to EI ആൽഫ. Therefore EI is a projection. അല്ല ക്ലിയർ ആണല്ലേ? അതില്ലേ നോട്ട് ഒന്ന് എന്ത് സർ? നോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത്. EIF ആൽഫ എങ്ങനെയാ ആൽഫ ആയത്? അത് നമ്മൾ ഡിഫൈൻ ചെയ്തതല്ലേ, ഒരു EI എന്ന് പറഞ്ഞാൽ വീന്ന് പോകുന്ന ഒരു മാപ്പാണ്. ദെൻ നമ്മള് EIF ആൽഫ അല്ലേ ആൽഫ എന്ന് ഡിഫൈൻ ചെയ്ത്? എങ്ങനെ സർ? എവിടെയാ ഡിഫൈൻ ചെയ്തത്? EIF ആൽഫ ഐ. we have to prove that define EI is equal to V to V ക്ക് പോവാണ്. then EI alpha is equal to alpha I where I equal to 1 2 3 etc. ഒക്കെ അതെ, പ്രൂഫിന്റെ സ്റ്റാർട്ടിംഗിൽ EI of alpha is equal to alpha I alpha ആണ്. ഞാൻ ചോദിച്ചതല്ല, താഴോട്ട് സ്ക്രോൾ ചെയ്ത് അതിൽ EI of alpha I you have written as alpha I. അതെന്തുകൊണ്ടാ? EI of alpha I എനിക്ക് സർ പറഞ്ഞ മനസ്സിലായില്ല. ഏത് സ്റ്റെപ്പാണ്? അതായത് നമ്മളിപ്പോ ഈ ഫസ്റ്റ് കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണ്ടല്ലോ, EI of alpha is equal to alpha I equation 1 കൊടുത്തിട്ട് EI square is equal to EI എന്ന് കാണിക്കണം. ആ സ്റ്റെപ്പ് EI into EI of alpha. അതിൻ്റെ അകത്ത് EI of alpha പറഞ്ഞാൽ ആൽഫ ഐ ആണ്. പിന്നെ EI of alpha I എങ്ങനെയാ ആൽഫ ഐ ആവുന്ന ചോദ്യം. അതാ മാപ്പ് വെച്ചിട്ട് പറഞ്ഞോളൂ. അതേപോലെ തന്നെ EI of alpha ആൽഫ എന്നുള്ളതിനാണല്ലേ നമ്മൾ ആൽഫ കൊടുത്തത്? അങ്ങനെയല്ല, ആൽഫ എന്ന് പറഞ്ഞത് ആൽഫ 1 എക്സെട്രാ അപ് ടു ആൽഫ കെ ആണ്. അതിന് റീസൺ ഉണ്ട്. നമ്മളത് think about it. ഇന്നലെ പ്രൂവ് ചെയ്തല്ലോ ഇതൊക്കെ അല്ലേ? നികിത പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല. ആൽഫ ഐ ശരിക്കും അവിടെ എലിമെന്റാ? WI എലിമെന്റ് അല്ലേ? WI റേഞ്ച് ഓഫ് EI അല്ലേ? റേഞ്ച് ഓഫ് EI ആണ്. അതെ. അപ്പം എ വെക്ടർ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ഈ മാപ്പ് ആണെങ്കിൽ E of alpha എന്ന് പറഞ്ഞെങ്കിൽ ആൽഫ ഐ എന്നായിരിക്കും. കാരണം ആൽഫ ഈസ് ഇൻ റേഞ്ച് ഓഫ് EI ആണ്. അപ്പൊ E of alpha I ആൽഫ ഐ നമ്മളെ സെയിം കണ്ടീഷൻ അല്ലേ? അല്ലെ നമ്മൾ ഇന്നലെ അങ്ങനെ ഡിഫൈൻ ചെയ്ത്? അതെ, നമ്മൾ ഇന്നലെ 3 പ്രോപ്പർട്ടീസ് നോക്കിയപ്പോ അതിനകത്തൊരു പ്രോപ്പർട്ടി. ഓക്കെ, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്കൊരു സംശയം. ഓക്കെ, കണ്ടിന്യൂ. ഇപ്പോൾ EI is a projection എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് EI EJ equal to 0 if I not equal to J. I not equal to J ആകുമ്പോൾ EIയും EJയും 0 എന്നാ പ്രൂവ് ചെയ്യുന്നത്. ദെൻ EI EJ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ EI EJ ഓഫ് ആൽഫ എന്ന് എഴുതാം. ദെൻ EJ ആൽഫ നമുക്ക് ആൽഫ ജെ എന്ന് എഴുതിക്കൂടെ, കാരണം EI ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ഐ ആണ്. ദെൻ EJ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ജെ എന്ന് എഴുതാം. അപ്പൊ EI ഇൻറ്റു ആൽഫ ജെ. ഇപ്പൊ ജെ ഇവിടെ നമുക്ക് 0 എന്ന് എഴുതാം, കാരണം ഈ ഐയും ജെയും എന്തല്ല ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു 0 ആയ വേറെ വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഐയും ജെയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാം. Therefore EI into EJ equal to 0 if I not equal to J.
Then third condition, I equal to E1, E2, etc. Ek ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. ലെറ്റ് ആൽഫ ബിലോങ്സ് ടു വി. വിയിലുള്ള എലമെന്റ്സ് ആണ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ. ആൽഫ കെ. ദെൻ ആൽഫ 1നെ നമ്മളുടെ മാപ്പിൽ വെച്ചിട്ട് E1 ആൽഫ എന്ന് എഴുതാം. കാരണം EI ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ഇ ആണ്. ദെൻ E1 ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആയിരിക്കുമല്ലോ. അതുപോലെ ആൽഫ 1നെ E1 ആൽഫ എന്നും ആൽഫ 2നെ E2 ആൽഫ പ്ലസ് എക്സെട്ര EK ആൽഫ എന്ന് എഴുതാം. ഇതിൽ ഇകൾ എന്താ കോമൺ ആക്കി എടുത്തു. ദെൻ ആൽഫ ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര പ്ലസ് EK ഓഫ് ആൽഫ. EI എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എഴുതാം. ദെൻ വി ആൾസോ നോ ദാറ്റ് I ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ തന്നെയാണ്. Therefore I alpha is equal to E1 plus E2 plus etc. plus EK of alpha. Then alpha അവിടുന്ന് റൈറ്റിനും ലെഫ്റ്റിനും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, I is equal to E1 plus E2 plus etc. plus EK എന്ന് എഴുതാം. ഇപ്പൊ നമ്മളുടെ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയാം. ദെൻ ഫോർത്ത് കണ്ടീഷൻ പറഞ്ഞാൽ റേഞ്ച് ഓഫ് EI is equal to EI എന്ന് പറഞ്ഞത് WI ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളുടെ EIന്റെ ഡെഫിനേഷൻ പറഞ്ഞത് EI ഓഫ് ആൽഫ ഈക്വൽ ടു ആൽഫ I ആണ്. ഈ ആൽഫ I എന്ന് പറഞ്ഞാൽ അതിന്റെ കളക്ഷൻസ് ആണ്. അതായത് വിന്ന് വിക്ക് പോകുന്ന ഒരു മാപ്പാണ്. അത് WI എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ, റേഞ്ച്, EIന്റെ റേഞ്ച് സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് റേഞ്ച് ഓഫ് EI ഈക്വൽ ടു WI എന്ന് പറയാം. അപ്പൊ റേഞ്ച് ഓഫ് EIയും WIയും ഈക്വൽ ആണെന്ന് പറയാം. ഇപ്പൊ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺവേഴ്സ് പാർട്ട്, ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കോൺവേഴ്സ്ലി വി ഈക്വൽ ടു, നമ്മുടെ തിയറം പറഞ്ഞത് 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. ഒരു ഡബ്ല്യൂകളുടെ ഡയറക്റ്റ് സം ആണ് വി എന്നാണ് നമുക്ക് ഇനി അതിന്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ കോൺവേഴ്സില് നമ്മൾ സപ്പോസ് ചെയ്തു E1, E2, എക്സെട്ര EK ആർ ദ ലീനിയർ ഓപ്പറേറ്റർ ഫോർ വി. വിയിലത്തെ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ് E1, E2, എക്സെട്ര EK. Then first condition I square is equal to, second EI EJ equal to 0 if I not equal to J. Third I is equal to E1 plus E2 plus etc. plus EK. Then range of EI is equal to WI. ഇതാണ് നമ്മൾ സപ്പോസ് ചെയ്തു. ഈ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് വി എന്ന് പറഞ്ഞത് ഡബ്ല്യൂകളുടെ ഡയറക്റ്റ് സമ്മാനം പ്രൂവ് ചെയ്യേണ്ടത്. Then let alpha belongs to V. Then we have, നമുക്ക് എന്ത് പറയാം, I alpha is equal to E1 plus E2 plus etc. plus EK of alpha എന്ന് എഴുതാം. Then alpha നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ, E1നെ E1 alpha plus E2 alpha plus etc. EK alpha. ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. സിൻസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആർബിട്രറി ആണ്. ദെൻ വി എന്ന് പറഞ്ഞാൽ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK ആണ്. ഈ വി എന്ന് പറഞ്ഞത് EIത്തെ ഒരു മാപ്പാണ്. വിന്ന് വിക്ക് പോകുന്ന ഒരു മാപ്പാണ് EI എന്ന് പറഞ്ഞത്. അതുപോലെ നമുക്കറിയാം റേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ WI ആണ്. Now the representation of a alpha എന്താണ്, യുണീക്ക് ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഇഫ് ആൽഫ is equal to alpha 1 plus alpha 2 plus etc. plus alpha K, where alpha I belongs to WI. ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. അത് നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താണ്. ഫോർത്ത് കണ്ടീഷനിൽ പറഞ്ഞതാണ് റേഞ്ച് ഓഫ് EI is equal to WI ആണ് എന്ന്. അതുകൊണ്ട് നമുക്ക് പറയാം അവിടെ എന്തുണ്ട്, ഒരു ബീറ്റ I എന്ന് പറഞ്ഞ ഒരു എലമെന്റ് വിയിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയാം. അതുപോലെ എന്നിട്ട് നമ്മളൊരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. there exists a beta I belongs to V such that EI into beta I is equal to alpha I. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. Now the equation 3. Equation 3 നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, EJ into alpha ആണ്. EJ into alpha എന്ന് പറഞ്ഞാല് summation I equal to 1 to K EJ into alpha. കാരണം ആൽഫ എന്ന് പറഞ്ഞാല് ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 എന്താ, ആൽഫ പ്ലസ് E2 ആൽഫ പ്ലസ് എക്സെട്ര K വരെയുള്ള സമ്മുകളല്ലേ, അതിനെയാണ്. അതുകൊണ്ട് EJന്റെ ആൽഫ നമ്മൾ സമ്മായിട്ട് ഒറ്റയടിക്ക് സമ്മേഷൻ I equal to 1 to K EJ alpha I എന്ന് എഴുതി. Then summation I equal to 1 to K EJ into alpha എന്ന് പറഞ്ഞാല് ഫ്രം ഇക്വേഷൻ 3 നമുക്കറിയാം EI into beta I is equal to alpha I ആണ്. അപ്പൊ ആൽഫയ്ക്ക് പകരം EI beta I റീപ്ലേസ് ചെയ്യാം. അപ്പൊ സമ്മേഷൻ I equal to 1 to K EJ into EI beta I.
ഇവിടെ ഐയും ജെയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഈ ഐന് ഇ ജെ എന്ന് കൺസിഡർ ചെയ്യാണെങ്കിൽ ഇ ജെന്റെ ബി ജെ എന്ന് എഴുതൂല. അപ്പൊ എന്തായി? ഇ ജെ സ്ക്വയർ ബി ജെ എന്നായി. ഇ ജെ സ്ക്വയർ ബി ജെ എന്നുള്ള ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇ ജെ ഇൻറ്റു ബി ജെ എന്ന് എഴുതുക. നമ്മളുടെ എന്താണ് നമ്മുടെ ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഇ ജെ സ്ക്വയർ ഈക്വൽ ടു ഇ എന്നുള്ള, അതുകൊണ്ട് ഇ ജെ ബി ജെ എന്ന് എഴുതാം. ദെൻ ഇ ജെ ബി ജെ എന്നുള്ളതിനെ നമ്മളുടെ ഇക്വേഷൻ ഫ്രം 3 ഇ ഐ ബീറ്റ ഐ ഇസ് ഈക്വൽ ടു ആൽഫ ഐ എന്ന് എഴുതുപോലെ ഇ ജെ ബി ജെ ഇസ് ഈക്വൽ ടു ആൽഫ ജെ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇ ജെ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ ജെ. From 1 and 2, the presentation for a alpha is a unique. Therefore, we said അതുകൊണ്ട് ആൽഫ യൂണിക് ആയതുകൊണ്ട് തന്നെ വി എന്ന് പറഞ്ഞത് W1, W2, etc. പ്ലസ് WKന്റെ ഡയറക്റ്റ് സം ആണെന്ന് പറയാം. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര WK. അതായത് ഡബ്ല്യൂകളുടെ ഡയറക്റ്റ് സം ആണ് വി. അതാണ് ഇതിന്റെ കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Yes, you can ask doubt. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാം. ഇതില് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഇസ് എ ഡയറക്റ്റ് സം ഓഫ് W1 എക്സെട്ര WK എന്നാണ്. അതെ. അത് പ്രൂവ് ചെയ്യാൻ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ എന്താണ് ഇവിടെ മീൻസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? എന്താണ് അതിന്റെ എന്തുകൊണ്ടാണ് അത് ഡയറക്റ്റ് സം ആയത്? അതിന് ആൽഫ യൂണിക് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൽഫ യൂണിക് ആണെന്നോ? ഓഫ് ആൽഫക്കോ അതെ. ഇതവിടെ ഇക്വേഷൻ 1 എന്നും 2 എന്നും നമുക്ക് പറഞ്ഞൂടെ ആൽഫ ഈസ് യൂണിക്. അതായത് ഇക്വേഷൻ 1 പറഞ്ഞത് ആൽഫ എന്ന് പറഞ്ഞാൽ E1 ആൽഫ പ്ലസ് E2 ആൽഫ പ്ലസ് എക്സെട്ര EK ആൽഫ ആണെന്നും 2 പറഞ്ഞ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ 1 പ്ലസ് ആൽഫ അങ്ങനെയാണ്. അത് രണ്ടും നമ്മളുടെ ഇക്വേഷൻ 3 വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇ ജെ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ജെ നമുക്ക് കിട്ടി. അപ്പം ഫ്രം 1 and 2 റെപ്രസെന്റേഷൻ ഓഫ് ആൽഫ ഈസ് യൂണിക് എന്ന് പറഞ്ഞൂടെ? റെപ്രസെന്റേഷൻ ഓഫ് ആൽഫ ഈസ് യൂണിക് എന്ന് കാണിച്ചിട്ടാണ് ഷിഫ് അത് പ്രൂവ് ചെയ്തത് അല്ലേ? അത് എങ്ങനെയാ മനസ്സിലായത്? നമ്മൾ സാധാരണ ഡയറക്റ്റ് സം ആണെന്ന് ഡെഫിനിഷൻ പറഞ്ഞ എങ്ങനെയായിരുന്നു? ആ ലെമ്മയുടെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത 3 കണ്ടീഷൻസ് അല്ല ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത ഡയറക്റ്റ് സം ആവുന്നു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അതാരെ ഫസ്റ്റ് പ്രൂവ് ചെയ്തായിരുന്നു? നിഖിലായിരുന്നു അല്ലേ പ്രൂവ് ചെയ്ത്? ആ ലെമ്മയില് 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് W1 എക്സെട്ര WK ഇൻഡിപെൻഡന്റ്, രണ്ടാമത്തെ ഒരു ഇന്റർസെക്ഷന്റെ ഒരു റിസൾട്ടും ലാസ്റ്റ് ഒരു ബേസിസിന്റെ. അപ്പൊ ഇന്നലെ നികിത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സോറി ഡയറക്റ്റ് സം എന്ന് പറയാം അല്ലെ? അപ്പം അതില് നമ്മള് ഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും ഇവിടെ പ്രൂവ് ചെയ്യുന്നത് അല്ലെ? ഇൻഡിപെൻഡൻസ് ചിലപ്പോൾ പറഞ്ഞ കാരണം ഇൻഡിപെൻഡൻസ് നമ്മള് നിഖില ഡിഫൈൻ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു W1 W2 WK ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആൽഫയുടെ റെപ്രസെന്റേഷൻ യുണീക്ക് ആണ്. അതെ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ശരിക്കും പ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലെ? ആൽഫ നമ്മള് ഈ ഇതില് ഒരു കാര്യം കൂടി പറയാം. അതൊന്ന് മോട്ടാക്കി സ്ക്രീൻ ഒന്ന് മോട്ടാക്കി നിൽക്കട്ടെ. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ പ്രൂഫിലെ മെയിൻ പാർട്ട്. അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. ബാക്കി സംശയം കൊണ്ട് ചോദിക്കാം. നമ്മളെ റെപ്രസെന്റേഷൻ ആദ്യം ആൽഫ ഇസ് ഈക്വൽ ടു E1 ആൽഫ എക്സെട്ര പ്ലസ് EK ആൽഫ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് മുകളിൽ ആ 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ചാൽ മതി. അത് വെച്ച് ഡയറക്റ്റ് ആണ് എഴുതാം. ആൻഡ് ഓൾസോ നമുക്കറിയാം റേഞ്ച് ഓഫ് EI ഇസ് WI ആയതുകൊണ്ട് EI ആൽഫ വിൽ ബി ഇൻ WI. അപ്പൊ നമുക്ക് ആൽഫ ഒരു ആർബിട്രറി എലിമെന്റ് ആണ്.
അപ്പം ബിയിലുള്ള ഏത് എലിമെന്റിനെ നമുക്ക് W1 W2 WK സമ്മാക്കി എഴുതാം. അതൊക്കെ ഓക്കെയാണ്, കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ ആ പിന്നെ നമ്മൾ കാണിക്കുക എന്താ വെച്ചാല് നമ്മളിപ്പോ കാണിച്ചു V = W1 WK എന്ന് കാണിച്ചു. അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഇൻഡിപെൻഡന്റ് കാണിക്കാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സം എന്ന് പറയാം. അതാണ് ടെക്നിക്ക് അല്ലേ? അങ്ങനല്ലേ പ്രൂവ് ചെയ്ത്? അപ്പൊ അതിന്റെ അകത്ത് നമ്മളൊരു ആൽഫന്റെ റെപ്രസെന്റേഷൻ എടുത്തു. അത് ഓൾറെഡി E1 ആൽഫ EK ആൽഫ ആണ്. നമ്മൾ അത് യൂണീക്ക് ആണെന്ന് കാണിക്കുകയാണ്. അതാണ് ഷിഫ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, യു ഹാവ് പ്രസന്റഡ് വെൽ. ഓക്കെ, അടുത്ത ആരാളായിരുന്നു? അടുത്തത് ഞാനാണ് സർ. യു ക്യാൻ സ്റ്റാർട്ട് പ്രസന്റിങ്. ഷിഫ അത് പ്രസന്റ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്. കാണുന്നില്ലേ? കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് തിയറം 10 ആണ്. ഷിഫ് എടുത്തതിന്റെ ബാക്കിയായിട്ടാണ് ഈ തിയറം വരുന്നത്. ഈ തിയറത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ ദി സ്പേസ് വി ആൻഡ് ലെറ്റ് W1 W2 എക്സെട്ര WK ആൻഡ് E1 E2 എക്സെട്ര EK ബി ആസ് ഇൻ തിയറം 9. ഷിഫ പറഞ്ഞ തിയറം 9 വെച്ചിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന W1 W2 എക്സെട്ര WK ആണ് E1 E2 എക്സെട്ര EK. ആ തിയറം 9ലുള്ള കണ്ടീഷൻസ് ഒക്കെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. Then a necessary and sufficient condition that each subspace Wi be invariant under T is that T commute with each of the projections Ei. ഇത് necessary and sufficient condition ആണ്. Wi's invariant under T ആവണമെന്നുണ്ടെങ്കിൽ T commute with each of the projection Ei, that is T Ei equal to Eit, I equal to 1 to etc. K. ഇതാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്ക് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് തിയറം 9 എന്താന്ന് എഴുതിയിട്ടുണ്ടോ, അപ്പൊ ഷിഫ പറഞ്ഞിട്ടേ ഉള്ളൂ, അതിന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. വേണ്ട വേണ്ട, അതിലൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മള് ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടി എന്നൊരു ഓപ്പറേറ്റർ എടുത്തിട്ട് അത് ഡയഗണലൈസബിൾ ആവാൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡയഗണലൈസിബിലിറ്റി ഓഫ് ടി ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ കുറച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ടീനെ നമുക്ക് കുറച്ച് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. അപ്പോൾ ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ തിരിച്ചും രണ്ട് രീതിയിലും എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു റിസൾട്ടിലേക്ക് എത്താനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യാണ് ടി കമ്മ്യൂട്ട്സ് വിത്ത് ഈച്ച് EI. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആൽഫ എടുക്കുകയാണ്. ആൽഫ ബീൻ WI. ഒരു WIയിലുള്ള ആൽഫ എടുത്തു. WI എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് EI ആണെന്ന് നമുക്കറിയാം. നമ്മൾ തിയറം 9 വെച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു EI ആൽഫ എന്ന് എഴുതാൻ പറ്റും. ടി കമ്മ്യൂട്ട്സ് വിത്ത് ഈച്ച് EI എന്ന് എടുത്തു. പിന്നെ WIയിലുള്ള ഒരു ആൽഫ എടുക്കുകയാണ്. WI എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് EI ആണ്. അപ്പോൾ EI ആൽഫ ഈക്വൽ ടു ആൽഫ എന്ന് വരും. ഇനി നമ്മൾ ടി ആൽഫ കാണാൻ പോവുകയാണ്. ടി ആൽഫ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു EI ആൽഫ എന്ന് എഴുതാം. നമുക്ക് EI ആൽഫ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടി ആൽഫ ഈക്വൽ ടു ടി EI ആൽഫ എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടി EI ഓഫ് ആൽഫ EI ടി ആൽഫ അങ്ങനെ എഴുതി. അപ്പൊ നമുക്ക് കിട്ടിയത് ടി ആൽഫ ഇസ് ഈക്വൽ ടു EI ടി ആൽഫ എന്ന് കിട്ടി. അപ്പൊ നമുക്കതിന് എന്ത് പറയാം? ആൽഫ ഈക്വൽ ടു EI ആൽഫ ആയപ്പോ ആൽഫ എന്തിലുണ്ട് എന്ന് പറഞ്ഞു? WIയിലുണ്ട് എന്ന് പറഞ്ഞു. അതായത് റേഞ്ച് ഓഫ് EIയിലുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ടി ആൽഫ ഈക്വൽ ടു EI ടി ആൽഫ എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം? ടി ആൽഫ എന്തിലുണ്ട്? റേഞ്ച് ഓഫ് EIയിലുണ്ട്. അതായത് ടി ആൽഫ ബിലോങ്സ് ടു WI എന്ന് പറയാം. അതായത് ഈച്ച് WI ഈസ് ഇൻവേരിയന്റ് അണ്ടർ ടി എന്ന് കിട്ടി. ടി ആൽഫ WIയിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈച്ച് WI ഈസ് ഇൻവേരിയന്റ് അണ്ടർ ടി എന്ന് പറയാം. കാരണം എന്താ? ആൽഫ നമ്മൾ WIയിൽ എടുത്തതായിരുന്നു. ടി ആൽഫ എന്തിലുണ്ട് എന്ന് കിട്ടി? WIയിലുണ്ട് എന്ന് കിട്ടി. അപ്പൊ ഇൻവേരിയന്റ് അണ്ടർ ടി ആണെന്ന് പറഞ്ഞൂടെ? മനസ്സിലായില്ലേ? യെസ്, കറക്റ്റ്. അതാണ് ഡെഫിനിഷൻ. ആൽഫ ഇൻ W ആണെങ്കിൽ ടി ആൽഫ WIയിൽ കാണിച്ചെങ്കിൽ അതാണ് ഇനി നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്.
അതിനായിട്ട് നമ്മൾ assume now that each wi is invariant under T. അപ്പോൾ എല്ലാ wi'സും ഇൻവേരിയന്റ് ആണ്, എല്ലാ wi'സും ഇൻവേരിയന്റ് അണ്ടർ T ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി നമ്മളൊരു ആൽഫ എടുക്കുകയാണ്. ലെറ്റ് ആൽഫ ബി എനി വെക്ടർ ഇൻ വി. വിയിലുള്ള ഒരു വെക്ടർ ആണ് ആൽഫ. വിയിലുള്ള ഏത് വെക്ടറോ ആവാം. അങ്ങനെ നമ്മൾ ഒരു ആൽഫ ചൂസ് ചെയ്യാണ്. ദെൻ ആൽഫ ഈക്വൽ ടു E1 ആൽഫ പ്ലസ് E2 ആൽഫ പ്ലസ് എക്സെട്ര EK ആൽഫ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് റീസൺ? തിയറം 9 വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് I is equal to E1 plus E2 plus എക്സെട്ര EK ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ആൽഫേനെ നമുക്ക് എന്ത് എഴുതാം? ആൽഫ is equal to E1 ആൽഫ പ്ലസ് E2 ആൽഫ പ്ലസ് എക്സെട്ര EK ആൽഫ എന്ന് എഴുതാം. ആ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? ബാക്കിയുള്ള സംശയം ചോദിക്കാം. നെക്സ്റ്റ് നമ്മൾ ടി ആൽഫ കാണാൻ പോവാം. ടി ആൽഫ ഇസ് ഈക്വൽ ടു, നമുക്ക് മുകളിലത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ആൽഫ ഇസ് ഈക്വൽ ടു E1 ആൽഫ പ്ലസ് E2 ആൽഫ പ്ലസ് എക്സെട്ര EK ആൽഫ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ടി ആൽഫ എന്ത് വരും? ടി E1 ആൽഫ പ്ലസ് ടി E2 ആൽഫ പ്ലസ് എക്സെട്ര ടി EK ആൽഫ എന്ന് വരും. ഇനി നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തത് എന്താണ്? ഈച്ച് wi ഈസ് ഇൻവേരിയന്റ് അണ്ടർ ടി എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ സിൻസ് EI ആൽഫ ഈസ് ഇൻ WI, EI ആൽഫ എന്തിലുള്ളതാണ്? WI ലുള്ളതാണ്. വിച്ച് ഈസ് ഇൻവേരിയന്റ് അണ്ടർ ടി, ദെൻ ടി ഓഫ് EI ആൽഫ എന്തിലുണ്ട് നമുക്ക് പറയാൻ പറ്റും? WI ലുണ്ട് എന്ന് പറയാൻ പറ്റും. ഇൻവേരിയന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ട് ആൽഫ WI ലുണ്ടെന്നുണ്ടെങ്കിൽ ടി ആൽഫ എന്തിലുണ്ട് എന്ന് പറയാൻ പറ്റും? WI ലുണ്ട് എന്ന് പറയാൻ പറ്റും. അതേപോലെ EI ആൽഫ എന്തിലുള്ളതാണ്? WI ലുള്ളതാണ്. അപ്പൊ ടി ഓഫ് EI ആൽഫ എന്തിലുണ്ട്? WI ലുണ്ട്. ക്ലിയർ അല്ലേ? മനസ്സിലായി. നെക്സ്റ്റ് എന്ത് വരും? ടി EI ആൽഫ കാണാൻ പോവുകയാണ്. ടി EI ആൽഫ is equal to സം EI ബീറ്റ I എന്ന് കൊടുത്തു. കാരണം എന്താണ്? റേഞ്ച് ഓഫ് EI എന്ന് പറഞ്ഞാൽ WI ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇത് കൊടുത്തു. ഫോർ സം വെക്ടർ ബീറ്റ I, ഏതെങ്കിലും ഒരു വെക്ടർ ബീറ്റ Iക്ക് ടി EI ആൽഫ is equal to EI ബീറ്റ I ആണെന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ EJ ടി EI ആൽഫ is equal to EJ EI ബീറ്റ I എന്ന് എഴുതാൻ പറ്റും. നമ്മൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ടി EI ആൽഫ is equal to EI ബീറ്റ I എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ EJ ടി EI ആൽഫ എന്ന് പറയുന്നത് EJ EI ബീറ്റ I ആണെന്ന് എഴുതി. ഇനി അത് ഈക്വൽ ആണ് എന്തിന്? 0 ഇഫ് I നോട്ട് ഈക്വൽ ടു J. I Jക്ക് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ 0 ആണ്. അത് നമ്മളെ തിയറം 9ലുള്ള തേർഡ് കണ്ടീഷൻ വെച്ചിട്ടാണ് വരിക. തേർഡ് അല്ല, സെക്കൻഡ് കണ്ടീഷൻ. EI EJ ഈക്വൽ ടു 0 ഇഫ് I നോട്ട് ഈക്വൽ ടു J. I Jക്ക് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ EI EJ എന്ത് വരും? 0 വരും. അത് വെച്ചിട്ട് EI EJ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ EJ EI ബീറ്റ I എന്ത് വരും? 0 വരും. ഈ ഐയും ജെയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ EJ ബീറ്റ I എന്ന് വരും. ആ സെക്കൻഡ് കണ്ടീഷനും ഫസ്റ്റ് കണ്ടീഷനും വെച്ചിട്ടാണ് ഇത് വരുന്നത്. ക്ലിയർ ആയില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് എന്ത് എഴുതാം? EJ ടി ആൽഫ is equal to, ടി ആൽഫ നമ്മൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് മുകളില്? ടി ആൽഫ is equal to ടി E1 ആൽഫ പ്ലസ് ടി E2 ആൽഫ പ്ലസ് എക്സെട്ര ടി EK ആൽഫ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ EJ ടി ആൽഫ എന്ത് വരും? EJ ടി E1 ആൽഫ പ്ലസ് EJ ടി E2 ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് EJ ടി EK ആൽഫ എന്ന് വരും. അത് ഈക്വൽ ടു എന്താന്ന് എഴുതാൻ പറ്റും? EJ ബീറ്റ J എന്ന് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു ടി EJ ആൽഫ ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു V. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടി EI is equal to EI T ഫോർ ഓൾ I എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അത് തിയറത്തിൽ പറയുന്നത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞ EJ ടി EI ആൽഫ is equal to EJ EI ബീറ്റ I നമ്മൾ എടുത്തു. അപ്പോ I നോട്ട് ഈക്വൽ ടു J ആണെന്നുണ്ടെങ്കിൽ അത് 0 വരും. I ഈക്വൽ ടു J ആണെന്നുണ്ടെങ്കിൽ EI സ്ക്വയർ 1 അല്ലേ വരിക? അവിടെ EI സ്ക്വയർ ഈക്വൽ ടു EI എന്നല്ലേ വരിക? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? EJ ബീറ്റ I എന്ന് എഴുതാം. ഇഫ് I ഈക്വൽ ടു J ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ EJ ടി ആൽഫ കാണാൻ പോവാണ്. EJ ടി ആൽഫ is equal to EJ ഇൻറ്റു ടി ആൽഫ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ടി E1 ആൽഫ പ്ലസ് ടി E2 ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് ടി EK ആൽഫ. ദാറ്റ്സ് ഈക്വൽ ടു EJ ബീറ്റ I എന്ന് വരും.
that's equal to T Ej alpha for all alpha in V. അപ്പോൾ നമ്മൾ എടുത്തിരുന്നത് ഡബ്ല്യു ഐ സി ഇൻവേരിയന്റ് ആണെന്നായിരുന്നു. അപ്പൊ നമുക്ക് ടി ഇ ഐ ഇസ് ഈക്വൽ ടു ഇ ഐ ടി എന്ന് കിട്ടി. അപ്പൊ അതെന്താണെന്ന് കിട്ടി? നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് ടി കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു. കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഓക്കെ, ഇഫ് എനിബഡി ഹാസ് ഡൗട്ട്സ് യു കൻ ആസ്ക്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രൊജക്ഷൻസ് if it commutes with T, you can only if each of the WIs are invariant under T. Well, WIs are range of EIs. അല്ലേ? അതെ. ഓക്കെ, ഇനി അറിയാൻ സംശയം ചോദിക്കാം. ലാസ്റ്റ് പാട്ടൊന്ന് പറയോ? ലാസ്റ്റ് വേർഷനോ? അതെ. ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് മനസ്സിലായത്? 0 ഈക്വൽ ടു ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ, അത് മനസ്സിലായി. ഇ ജെ ടി ആൽഫ കാണാൻ പോവാണ്. അപ്പോ ടി ആൽഫ എന്താന്ന് നമുക്കറിയാം. ടി ഇ വൺ ആൽഫ പ്ലസ് ടി ഇ ടു ആൽഫ പ്ലസ് എക്സെട്ര ടി ഇ കെ ആൽഫ ആണെന്ന് അറിയാം. അത് ഈക്വൽ ടു എന്ത് വരും? ഇ ജെ ബീറ്റ ജെ എന്ന് വരും. കാരണം മുകളിൽ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ടി ഇ ഐ ആൽഫ ഈക്വൽ ടു ഇ ഐ ബീറ്റ ഐ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് എന്ത് വരും? ഇ ജെ ബീറ്റ ജെ എന്ന് വരും ഈക്വൽ ടു ടി ഇ ഐ ആൽഫ ഇ ഐ ബീറ്റ ഐ ആയിരുന്നപ്പോ അതെന്ത് വരും? ഇ ജെ ബീറ്റ ജെ ഈക്വൽ ടു ടി ഇ ജെ ആൽഫ എന്ന് വരും. ഓക്കെ, മനസ്സിലായി. ഓക്കെ, വേറെ ആർക്കും സംശയം കൊണ്ട് ചോദിക്കാം. ഡൗട്ട് ഒന്നുമില്ല? It was done good. താങ്ക് യു സർ. എനിക്ക് തോന്നി കുറച്ചും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? You can stop. അടുത്ത ശരിക്കും ആരാണ്? അടുത്ത ക്ലാസ് എടുക്കേണ്ട ഞാനാണ്. അടുത്ത ക്ലാസ് അല്ലേ? ആരായിരുന്നു? പേരെന്താ? സ്നേഹ. ഓക്കെ, നാളെ അല്ലേ? ഇന്ന് എടുക്കുന്നില്ലല്ലോ? ഇല്ല, ഇന്ന് എടുക്കുന്നില്ല, നാളെ എടുത്താൽ മതി. ഓക്കെ, നാളെ എടുക്കാം. സോ വിൽ വൈൻഡ് അപ്പ്. ഞാനൊരു അസൈൻമെന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ. ഡേറ്റ് ഒക്കെ ഇട്ടുണ്ട്, നിങ്ങൾ സമയമുണ്ട് ഇപ്പോഴത്തെ ചെയ്യാം. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച 2 ടെസ്റ്റുകൾ പറഞ്ഞാൽ ഒരു ക്വിസ് പറയുക കേട്ടോ. റിട്ടൺ ടെസ്റ്റ് അല്ല, 5 മാർക്കിന്റെ 2 ടെസ്റ്റ്. ഓക്കെ, ഞാൻ അത് പറയാം, ഡേറ്റ് ഞാൻ പറയാം, നിങ്ങളത് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, വേറെ ഒന്നുമില്ല. If you have anything to ask me, you can ask. Otherwise, we can stop. പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അത് യൂട്യൂബിൽ പ്രൈവറ്റ് ആക്കി ഇടുള്ളൂ. അതായത് പബ്ലിക് വ്യൂ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളെ ഇമെയിൽ ഐ ഡീസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് ആഡ് ചെയ്തില്ല. അപ്പം നിങ്ങൾക്ക് മാത്രമേ ഈ ക്ലാസ്സസ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ ആർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ പബ്ലിക്കായിട്ട് യൂട്യൂബിൽ ഇടുന്നില്ല. അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. Okay then, if you don't have any extra doubts, you can leave.